മാരേജ് എഗ്രിമെന്റിന്റെ ഒരു കോപ്പി അതിനകത്ത് അവരുടെ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡോക്യുമെന്റ്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ്, എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ്. അപ്പോൾ ആ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എന്നാൽ സൈക്കാട്രിസ്റ്റിന്റെ അവിടേക്ക് പോകാനും പറ്റുന്നില്ല. നാണക്കേട് ഇപ്പോഴും സൈക്കാട്രിസ്റ്റിന്റെ അവിടേക്ക് പോകുമ്പോൾ നാണക്കേടുള്ള நாம நிம்மதியா போகணும், எதுலயும் தலையிடக்கூடாது. നമസ്കാരം. ആക്ടർ ബാലയെ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു കോടീശ്വരൻ എന്ന് സ്വയം പുകഴ്ത്തുന്ന വ്യക്തിയാണ് ആക്ടർ ബാല. അദ്ദേഹം നിലവിലെ 4 വിവാഹത്തോളം കഴിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ നിയമപരമായി കഴിച്ചിട്ടുള്ള അമൃത ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. മകൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് തുകയും ബാല തട്ടിയെടുത്തു എന്നാണ് ഇപ്രാവശ്യത്തെ ആരോപണം. എന്തായാലും ഇതിനെക്കുറിച്ച് അമൃത പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ ഞങ്ങൾ ലോയർക്ക് കൂടെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാരേജ് എഗ്രിമെന്റിന്റെ ഒരു കോപ്പി അതിനകത്ത് അവരുടെ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡോക്യുമെന്റ്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ്, എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ്. അപ്പോൾ ആ പേജിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ആകെപ്പാടെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് HDFCയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ്. അപ്പോൾ അതിനകത്ത് എന്താ മകൾക്ക് മെച്യൂർ ആയതിനു ശേഷം മാത്രം അവർക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് പരിശോധിച്ചപ്പം ഈ ഒരു സംഭവമാണ് മിസ്സിംഗ്. മാത്രമല്ല എന്നിട്ട് ആ ഒരു ഫുൾ പേജ് ഫോഴ്സ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്, മൊത്തം വ്യത്യാസം. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ HDFC ബാങ്കിൽ വിളിച്ച് ചോദിക്കും. അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു. രൂപയാണ് എൻറ്റയർ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ചെയ്തിരിക്കുന്ന ഡിവോഴ്സിൽ. അതല്ലാണ്ട് വേറൊരു എക്സ്ട്രാ എമൗണ്ടോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടിയോ അങ്ങനെ ഒന്നുമില്ല. എൻറ്റയർ മകൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം കല്യാണം, പഠിത്തം, ചെലവ് എല്ലാത്തിനും വേണ്ടി ഒരു 15 ലക്ഷം രൂപയുടെ FDയും പിന്നെ 1 ലക്ഷം രൂപ വീതം 7 വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയും. ഇത് മാത്രമാണുള്ളത്. ആ ഇൻഷുറൻസ് പോളിസിയാണ് നമുക്ക് ആക്ച്വലി ഇദ്ദേഹം അടയ്ക്കുന്നില്ല എന്നും അടച്ച് നമുക്ക് റിസീപ്റ്റ് തരണം എന്നാണ് എഗ്രിമെന്റിലുള്ളത്. ഇത്ര നാൾ അടയ്ക്കാണ്ടിരുന്നിട്ട് നമ്മൾ ഇതിന്റെ പുറകെ ഒന്നും പോയിട്ടില്ല, നമുക്ക് പൈസ വേണ്ട, ആ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്താ പറയാ സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ഇതിൽ പോവാണ്. പക്ഷെ ഇപ്പൊ കേസ് വന്നപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഡോക്യുമെന്റ്സ് മൊത്തം എന്താ പറയുക ഇതിനെക്കുറിച്ച് മാറ്റുകയും ഡോക്യുമെന്റ്സ് മൊത്തം തെറ്റായി കൊടുത്തതിന്റെ സിഗ്നേച്ചർ അടക്കം മാറ്റി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വന്നു. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണിത്. കാരണം സ്വന്തം മകളോട് പോലും ഇയാൾ കാണിക്കുന്നൊരു ക്രൂരത നോക്കൂ. എന്നിട്ടാണ് ഇയാൾ പറയുന്നത് എനിക്ക് എൻ്റെ കുളന്തയെ കാണണമെന്നും പറഞ്ഞ് വളരെ സെൻറ്റിമെൻറ്റ്സോട് കൂടി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കരഞ്ഞ് അഭിഷേകം ചെയ്യുന്നത്. പക്ഷേ ഇയാളുടെ ഈ കരച്ചിലും ഇതെല്ലാം ഒരു അഭിനയമാണ്. ഇയാൾക്ക് തക്ക സമയത്ത് ആളുകളോട് എങ്ങനെ പെരുമാറണം, സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇട്ട് കൊടുക്കണം എന്നുള്ളത് ഇയാൾക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ്. ഈ അമൃതയെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇദ്ദേഹം വിവാഹം കഴിക്കുന്നത് എലിസബത്തിനെയാണ്. എലിസബത്ത് എന്ന് പറയുന്ന ഡോക്ടറിനെയാണ്. പക്ഷെ അവരുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എത്രത്തോളം ദയനീയമാണെന്നറിയോ? ആ കുട്ടി ഇപ്പോൾ സൂയിസൈഡിൻ്റെ വക്കിലാണ്. എന്നിട്ട് പോലും അതിനെ വളരെയധികം സോഷ്യൽ ബുള്ളിങ്ങിനാണ് ഇയാൾ ഇരയാക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. എലിസബത്തിൻ്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എന്നാൽ സൈക്കാട്രിസ്റ്റിന്റെ അവിടേക്ക് പോകാനും പറ്റുന്നില്ല. നാണക്കേട് ഇപ്പോഴും സൈക്കാട്രിസ്റ്റിന്റെ അവിടേക്ക് പോകുമ്പോൾ നാണക്കേടുള്ള ഈ എലിസബത്തിൻ്റെ മുഖം ഒന്ന് നോക്കൂ. എത്രത്തോളം ഡാർക്കാണ് അതിൻ്റെ ജീവിതം. ആ ഫേസ് കണ്ടാൽ മനസ്സിലാവും. ഇയാളെ വിവാഹം കഴിക്കുമ്പോൾ അന്നാണ് ആ പെൺകുട്ടി അവസാനമായിട്ട് ചിരിച്ചത്. പിന്നീട് ആ കുട്ടിയുടെ ചിരി എപ്പോഴും ആർട്ടിഫിഷ്യലായിട്ടാണ് തോന്നിയിരുന്നത്. ആ കുട്ടി മര്യാദയ്ക്ക് ചിരിക്കാൻ പോലും ഇപ്പോൾ മറന്നുപോയിരിക്കുകയാണ്. ഈ മനുഷ്യൻ്റെ ക്രൂരത അത്രത്തോളം ഉണ്ട്. ഇവരുടെ വീഡിയോസിന് താഴെ വന്നിട്ടുള്ളൊരു കമൻ്റാണ് വളരെ മോശമായിട്ട് ഈ സ്ത്രീയെ തെറി വിളിക്കുന്ന കമൻറ്റ്. ഈ കമൻറ്റ് വന്നിട്ടുള്ള ആളെന്ന് പറയുന്നത് ഈ നടൻ ആക്ടർ ബാലയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ അക്കൗണ്ടിൽ നിന്നാണ്. കാരണം അയാൾ ചെലവും കൊടുത്ത് നടത്തുന്ന ഒരു ആളാണ് ഇത്രത്തോളം ക്രിമിനൽ മൈൻഡോട് കൂടി ഈ പെൺകുട്ടിയെ ടോർച്ചർ ചെയ്യുന്ന തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്നത്. ഈ ബാലയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകൾക്കെതിരെയും അതുപോലെ ബാലയുടെ വൈഫുമാർക്കെതിരെയും ഒക്കെ ഒരു കൂട്ടം കമൻറ്റ് തൊഴിലാളികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യ പറയുന്നത് ഞങ്ങൾക്ക് നിമ്മതിയായിട്ട് ജീവിക്കണം, ഞങ്ങൾക്ക് നിമ്മതി മതി എന്നൊക്കെയാണ്. പക്ഷേ മറ്റുള്ളവർക്കൊന്നും ഇവർ നിമ്മതി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇവർക്ക് മാത്രം മതിയോ നിമ്മതി? ഇവരുടെ ഭാര്യമാർക്ക് നിമ്മതി വേണ്ടേ? അവരെയൊക്കെ നിരന്തരം ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സൈക്കോ. അതിന് ഇയാൾക്ക് കമൻറ്റ് തൊഴിലാളികളുമുണ്ട്.
മറ്റൊരു രസം എന്ന് പറയുന്നത് ഈ സൈക്കോയെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇയാൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി തമിഴ്നാട്ടിൽ നമ്മുടെ മലയാളി നടന്മാർ ആരെങ്കിലും പോയി ചെയ്യുകയാണെങ്കിൽ ആ മനുഷ്യനെ ആരും സപ്പോർട്ട് ചെയ്യില്ല, എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്ന ആളെ. തൻ്റെ ഈ ക്രൂരതകളൊക്കെ മറച്ചു വയ്ക്കാനാണ് ഇയാളുടെ ചാരിറ്റി പ്രവർത്തനം, നന്മ മരം ചമയൽ എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളും കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇയാളൊരു സൈക്കോയാണെന്ന്. ഈ സൈക്കോയ്ക്ക് കൃത്യമായിട്ടുള്ള മരുന്ന് നമ്മുടെ മലയാളികൾ കൊടുക്കുക തന്നെ വേണം. എന്നാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.